ഓക്കെ, രണ്ട് അക്കൗണ്ടുകളെ തിരിച്ചറിയുക, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഒരു ട്രാൻസാക്ഷൻ ആണോ എന്ന് ആദ്യം തിരിച്ചറിയുക. ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനകത്ത് വരുന്ന രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. ഇതായിരുന്നു ക്വസ്റ്റ്യൻ കേട്ടോ. ഇന്നലെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇന്നലെ ഞങ്ങളൊരു ക്വസ്റ്റ്യൻ കുറച്ച് ചെയ്തായിരുന്നു ക്ലാസ്സിൽ തന്നെ. അപ്പോൾ രണ്ട് അക്കൗണ്ടുകളെ തിരിച്ചറിയുക. രണ്ട് അക്കൗണ്ടുകൾ എന്ന് പറയുമ്പോൾ റിസീവ്ഡ് ക്യാഷ് ഫ്രം ദാമോദരൻ. ആരാ അതിന് ആൻസർ പറയുന്നേ? ഏതൊക്കെയാണ് അതിനകത്ത് വരുന്ന രണ്ട് അക്കൗണ്ടുകൾ? അഭിജിത്തെ പറഞ്ഞു, ആൽഫബറ്റിക് ഓർഡറിൽ വിളിച്ചോളാം. അഭിജിത്ത് KS. ക്യാഷ് അക്കൗണ്ടും ദാമോദരൻ. ആ ഓക്കെ, അത് ഡൗട്ടൊന്നും ഇല്ലല്ലോ ആർക്കും. ക്യാഷ് അക്കൗണ്ടും ദാമോദരൻ അക്കൗണ്ടും അല്ലേ? റിസീവ്ഡ് ക്യാഷ് ഫ്രം ദാമോദരൻ എന്നാണ്. ക്യാഷ് വന്നു, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് വരും. എവിടെ നിന്നാണ് ക്യാഷ് വന്നത്? ദാമോദരൻ തന്നു, അപ്പോൾ ദാമോദരൻ അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഗോൾഡൻ റൂളിൽ ഏത് അക്കൗണ്ടിൽ വരും അഭിജിത്തെ? ഏത് അക്കൗണ്ടിൻ്റെ റൂളായിരിക്കും? ക്യാഷ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട്. ദാമോദരൻ എന്ന് പറയുമ്പോഴോ പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, പേരാണ് വന്നത്, അതുകൊണ്ട് പേഴ്സണൽ അക്കൗണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്തത് നോക്കാം. പെയ്ഡ് ഇലക്ട്രിക് ബിൽ ബൈ ക്യാഷ്. ആൽബിൻ ഫ്രാൻസിസ്, ആൽബിനെ പറഞ്ഞോ. പെയ്ഡ് ഇലക്ട്രിക്, സോറി അതല്ല, വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ. ഇന്നലെ ഇല്ലായിരുന്നോ? അല്ല, ആൽബിൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ? അപ്പൊ പിന്നെന്താ? പോട്ടെ. അടുത്തത് ആരാ പറയുന്നത്? അഞ്ജന ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അഞ്ജന പറഞ്ഞോ. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. ഡ്രോയിങ്സ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും. ഓക്കെ, ഡ്രോയിങ്സ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും. ഇന്നലെ ഇല്ലാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് എന്നാണ്. ക്യാഷ് ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്തു, ബിസിനസ്സിൻ്റെ ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് വിഡ്രോ ചെയ്തത്? അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് എന്ത് കൊണ്ടുവന്നാലും നമ്മളതിനെ ക്യാപിറ്റൽ എന്ന് വിളിച്ചതുപോലെ തന്നെ ബിസിനസ്മാൻ ബിസിനസ്സിൽ നിന്നും എന്ത് വിഡ്രോ ചെയ്താലും നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്നാ വിളിക്കുന്നത്? ഡ്രോയിങ്സ് അക്കൗണ്ട്. മനസ്സിലായോ? ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് എന്ത് കൊണ്ടുവന്നാലും നമ്മളതിനെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വിളിക്കും. എങ്കിൽ ബിസിനസ്മാൻ ബിസിനസ്സിൽ നിന്ന് എന്ത് വിഡ്രോ ചെയ്താലും, ഗുഡ്സ് ആയിക്കോട്ടെ, അസറ്റ് ആയിക്കോട്ടെ, ക്യാഷ് ആയിക്കോട്ടെ, മെഷീനറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, സ്റ്റോക്ക് ആയിക്കോട്ടെ, എന്ത് വിഡ്രോ ചെയ്താലും അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡ്രോയിങ്സ് എന്നാണ്. സോ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഒരു അക്കൗണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ടാണ്. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് ഫ്രം ബാങ്ക് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ക്യാഷ് അക്കൗണ്ട് ആണോ ബാങ്ക് അക്കൗണ്ട് ആണോ എന്ന്. ബിസിനസ്സിൻ്റെ ബാങ്ക് എന്ന അസറ്റാണ് കുറഞ്ഞത്, ബാങ്കിൽ നിന്നാണ് പൈസ എടുത്തത്. അപ്പോൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് തന്നെയാണ്. ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ മക്കളെ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് പറയാം. പെയ്ഡ് ഇലക്ട്രിക് ബിൽ. ആൽബിൻ ക്ലിയർ ആയോ? ആൽബിന് കേൾക്കുന്നുണ്ട്. മനസ്സിലായോ ഇപ്പൊ പറഞ്ഞത്? കുറച്ചൊക്കെ എല്ലാം കൂടെ നോക്കിയിട്ട്. ഓക്കെ, പെയ്ഡ് ഇലക്ട്രിക് ബിൽ ബൈ ക്യാഷ്. ആരാ പറയുന്നേ? അന്നാമോൾ പറയൂ. ഇലക്ട്രിക് ബില്ലും ക്യാഷ്. ഇലക്ട്രിസിറ്റി ബില്ലും ക്യാഷും. ഓക്കെ, ഇലക്ട്രിക് ബില്ല് അടച്ചു, ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക് ബില്ല് അടച്ചത്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഇലക്ട്രിസിറ്റി ബില്ലും ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ടും വരും, ക്യാഷ് അക്കൗണ്ടും വരും. ഓക്കെ, നെക്സ്റ്റ്. ടേക്കൺ ലോൺ ഫ്രം മനോജ് ബൈ ചെക്ക്. ആരാ പറയുന്നേ? അടുത്തത് ആരാ? ആൻസൺ സജി.
taken loan from Manoj by check. ലോൺ ഫ്രം മനോജ് ഫ്രം ബൈ ചെക്കോ? മറ്റേ ഒരാള് ഗിവർ മറ്റേ മനോജാണ്, പിന്നെ ബാങ്ക് അക്കൗണ്ട് മനോജും ആണോ? ബാങ്ക് അക്കൗണ്ടും മനോജ് അക്കൗണ്ടും ആണോന്ന് അല്ലേ? ബാങ്ക് അക്കൗണ്ടും മനോജ് അക്കൗണ്ടും ആണോന്നാണോ ഡൗട്ട്? ബാങ്ക് അക്കൗണ്ട് കറക്റ്റ് ആണ്, ബൈ ചെക്ക് അല്ലേ? നമ്മൾ ലോൺ എടുത്തപ്പോൾ അയാള് ചെക്കാണ് നമുക്ക് തന്നത്. അപ്പൊ ചെക്ക് ബാങ്കിൽ കൊണ്ട് കൊടുക്കണം, ബാങ്കിലോട്ടാണ് പൈസ വീഴുന്നത്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് കറക്റ്റ് ആണ്. ടേക്കൺ ലോൺ ഫ്രം മനോജ് എന്നാണ്. അപ്പൊ മനോജ് അക്കൗണ്ട് വരുമോ, ലോൺ അക്കൗണ്ട് വരുമോ, ഇനി എന്താണ് വരുന്നത് അവിടെ എന്നൊരു കൺഫ്യൂഷൻ വരും അല്ലേ? നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നത് ലോൺ ഫ്രം മനോജ് അക്കൗണ്ട് എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. ലോൺ ഫ്രം SBI, ബാങ്കിൽ നിന്നാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്നത്? ലോൺ ഫ്രം SBI അല്ലെങ്കിൽ ലോൺ ഫ്രം ഫെഡറൽ അല്ലേ? അപ്പം അതുപോലെ തന്നെ ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്നായാലും ലോൺ ഫ്രം മനോജ് അക്കൗണ്ട് എന്ന് തന്നെയാണ് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ സാധാരണഗതിയിൽ പേര് മാത്രം മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ ക്രെഡിറ്ററോ ഡെപ്റ്ററോ ആണെങ്കിൽ മാത്രമേ നമ്മളങ്ങനെ പേര് മെൻഷൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ടേക്കൺ ലോൺ ഫ്രം മനോജ് ബൈ ചെക്ക് എന്ന് പറയുമ്പോൾ ലോൺ ഫ്രം മനോജ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ആണ് വരുന്നത് കേട്ടോ. ഇനി ഇന്നലെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്നുകൂടെ പറയാം. ചെക്ക് ബൈ ചെക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെക്ക് അക്കൗണ്ട് ആണോ, അല്ലെങ്കിൽ ബൈ DD എന്ന് പറയുമ്പോൾ DD അക്കൗണ്ട് എന്നോ, അല്ലെങ്കിൽ ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ NEFT അല്ലെങ്കിൽ RTGS എന്നോ അല്ല നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇതൊക്കെ വരുന്നത് ബാങ്ക് വഴിയാണല്ലേ. ചെക്കായാലും DD ആയാലും ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ ആയാലും ഇതൊക്കെ ബാങ്ക് ത്രൂ അല്ലേ പോകുന്നത്. സോ നമ്മൾ ചെക്ക് അക്കൗണ്ടെന്നോ DD അക്കൗണ്ടെന്നോ ഒന്നും മെൻഷൻ ചെയ്യില്ല. ഇങ്ങനെ ബൈ ചെക്ക് DD എന്നൊക്കെ വരികയാണെങ്കിൽ നമ്മളതിനെ ബാങ്ക് അക്കൗണ്ട് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ടേക്കൺ ലോൺ ഫ്രം മനോജ് ബൈ ചെക്ക് എന്ന് പറയുമ്പോൾ മനോജ് അക്കൗണ്ട്, ലോൺ ഫ്രം മനോജ് അക്കൗണ്ടും വരും, ബാങ്ക് അക്കൗണ്ടും വരും. ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ ഒന്നുകൂടെ പറയാം. ആൽബിനെ അടുത്തത് പറയട്ടെ. പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ ഓഫീസ് യൂസ് ബൈ ചെക്ക്. ആരാ പറയുന്നേ? അർജുൻ. പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ ഓഫീസ് യൂസ് ബൈ ചെക്ക്. അർജുൻ. ബാങ്ക് അക്കൗണ്ട് വരും. ബാങ്ക് അക്കൗണ്ട് വരും. പിന്നെ പർച്ചേസ് അക്കൗണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. എൻ്റെ ബോധം പോയിട്ട് ഞാൻ ഇരിക്കുക അവിടെ. ഇന്നലെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു 10 മിനിറ്റ് പറഞ്ഞു തന്നതേ ഉള്ളൂ. പർച്ചേസ് എപ്പോഴാ വരുന്നത് അർജുനെ? പർച്ചേസ് എപ്പോഴാ വരുന്നത്? ഓക്കെ, ഇവിടെ നോക്കിയേ. പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ ഓഫീസ് യൂസ് ബൈ ചെക്ക് എന്നാണ് അല്ലേ? അതായത് എന്തോ കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്. അതെ അതെ, കമ്പ്യൂട്ടർ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ പർച്ചേസ് വരാത്തത് ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്നലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ്. എന്താണ് കാര്യം? അതെ അതെ, ഗുഡ്സിന്റെ കേസിലാണ് നമ്മൾ ഈ പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട് ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു ഒരു ദിവസത്തെ ക്ലാസ്സിൽ. അതായത് ഗുഡ്സിന്റെ കേസിൽ 4 സിറ്റുവേഷൻസ് ആണ് വരുന്നത്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പർച്ചേസ് അക്കൗണ്ട്, ഗുഡ്സ് സെയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സെയിൽസ് അക്കൗണ്ട്,
റിട്ടേൺ വരിക എന്ന് പറയുമ്പോൾ പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ. ഇങ്ങനെ ഗുഡ്സിൻ്റെ കേസിൽ മാത്രമാണ് ഈ പർച്ചേസ്, സെയിൽസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇവിടെ നോക്കിയേ, പർച്ചേസ് കമ്പ്യൂട്ടർ ഫോർ റീസെയിൽ എന്നല്ല പറയുന്നത്, ഫോർ ഓഫീസ് യൂസ് ബൈ ചെക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഫീസ് യൂസിനാവുമ്പോൾ കൺസേൺഡ് അസറ്റ് ഏതാണോ ആ അസറ്റിൻ്റെ പേരാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ ഓഫീസ് യൂസ് ബൈ ചെക്ക് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കമ്പ്യൂട്ടർ അക്കൗണ്ടും ചെക്ക് ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുമാണ് വരുന്നത്. ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് അവിടെ കമ്പ്യൂട്ടർ അക്കൗണ്ട് എന്ന് വന്നത്? ആർക്കാണ് ആയില്ല എന്നാരോ പറഞ്ഞു. ആർക്കാണ് മനസ്സിലാവാഞ്ഞേ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ മക്കളെ? പർച്ചേസ് വരാത്തതിന്റെ കാരണം ഒന്നുകൂടെ പറയാമോ? പർച്ചേസ് അക്കൗണ്ട് എന്ന് എപ്പോഴാ വരുന്നതെന്ന് അറിയാമോ? ഗുഡ്സ് റീസെയിലിന് വേണ്ടിയിട്ട് ഗുഡ്സ് നമ്മൾ മേടിച്ചു, ഗുഡ്സ് അക്കൗണ്ട് എന്ന് നമ്മൾ എഴുതി വെക്കുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നീട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ചേട്ടാ, ഇത് മേടിച്ച ഗുഡ്സ് ആണോ, അതോ നമ്മളിപ്പം സെയിൽ ചെയ്ത ഗുഡ്സ് ആണോ, അതോ പർച്ചേസ് റിട്ടേൺ പോയ ഗുഡ്സ് ആണോ, അതോ സെയിൽസ് റിട്ടേൺ വന്ന ഗുഡ്സ് ആണോ എന്ന് കൺഫ്യൂഷൻ ആവത്തില്ലേ മൊത്തത്തിൽ, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഗുഡ്സ് അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എഴുതില്ല. പകരം പർച്ചേസ് ചെയ്ത സമയത്തെ ഗുഡ്സിനെ പർച്ചേസ് അക്കൗണ്ട് എന്നും, സെയിൽ ചെയ്യുമ്പോൾ നമ്മളൊരു സാധനം സോൾഡ് ഗുഡ്സ് എന്ന് പറയുകയാണെങ്കിൽ അതിനെ സെയിൽസ് അക്കൗണ്ട് എന്നും, പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ ചെയ്യുന്ന ഗുഡ്സ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എന്നും, സെയിൽ ചെയ്ത ഗുഡ്സ് തിരിച്ചു വരികയാണെങ്കിൽ അതിനെ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് എന്നുമാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എന്ന് ഇടാൻ നമുക്ക് പറ്റില്ല. കാര്യം എന്താ? പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ റീസെയിൽ ആണോ, നമ്മുടെ ഗുഡ്സ് ആണോ, നമ്മുടെ ട്രേഡ് ഐറ്റം ആണോ? ഇത് ട്രേഡിംഗ് ഐറ്റം ആണോ? അവിടെ പറയുന്നുണ്ടോ? ഫോർ ഓഫീസ് യൂസ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ? അപ്പൊ അത് ട്രേഡിംഗ് ഐറ്റം അല്ല, നമ്മുടെ അസറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തതാണ്. സോ ആ അസറ്റിന്റെ പേരാണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പർച്ചേസ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ അക്കൗണ്ട് വരും. യൂസ് ബൈ ചെക്ക് ആയതുകൊണ്ട് അവിടെ ബാങ്ക് അക്കൗണ്ടും വരും. ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് പർച്ചേസ് വരാത്തത്? പർച്ചേസ് വരുന്ന സിറ്റുവേഷൻ എപ്പോഴാണ് എന്ന് മനസ്സിലായല്ലോ. ഇതേ സിറ്റുവേഷൻ തന്നെ പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ റീസെയിൽ ബൈ ചെക്ക് എന്നായിരുന്നെങ്കിലോ? പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ റീസെയിൽ ബൈ ചെക്ക് എന്നായിരുന്നെങ്കിൽ ഇവിടെ ഏതൊക്കെ അക്കൗണ്ടുകൾ വന്നേനെ? പർച്ചേസ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും വന്നേനെ അല്ലേ? ആൽബിനെ എങ്ങനെയാ റിട്ടേൺ എന്നുള്ള ഒരു വേർഡ് വന്ന? റിട്ടേൺ എങ്ങനെ വരും? റീസെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മേടിച്ചിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് അതിനെയാണ് റീസെയിൽ എന്ന് പറയുന്നത്. റിട്ടേൺ എന്ന് പറയുമ്പോൾ പ്രത്യേകം പറയും, റിട്ടേൺഡ് ഗുഡ്സ് ഓഫ് ₹5,000 അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ ഓഫ് ₹5,000 അങ്ങനെ പറയും. അപ്പോഴാണ് റിട്ടേൺ എന്നുള്ള കേസ് വരുന്നത്. റീസെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? മേടിച്ചിട്ട് വീണ്ടും സെയിൽ ചെയ്യുന്നതിനെയാണ് റീസെയിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ റീസെയിൽ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ മേടിച്ചു റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ റിട്ടേണിന്റെ ഒരു മീനിങ് ഇല്ല കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ റീസെയിൽ. പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ റീസെയിൽ എന്തായിരിക്കും വരുന്നത്? എന്തൊക്കെയായിരിക്കും വരുന്നത്? ആരാ ഇനി നെക്സ്റ്റ് ഉള്ളത്? അശ്വിനെ, പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ റീസെയിൽ. കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. മോനെ ഞാൻ ഒന്നുകൂടെ പറയാം. പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ റീസെയിൽ. നിങ്ങളൊക്കെ ഈ ക്ലാസ്സിലാണോ ശ്രദ്ധിക്കുന്നത്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ക്യാഷ് അക്കൗണ്ട് അല്ലേ? അതെ.
ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്. അശ്വിൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നായിരുന്നോ? ആ ശ്രദ്ധിച്ച റേഞ്ച് കട്ടാകുന്നുണ്ടായിരുന്നു മാം ഇടയ്ക്ക്. എന്തിനാ മോനെ ഇങ്ങനെ കള്ളത്തരം പറയുന്നേ? പോട്ടെ, കുഴപ്പമില്ല മോനെ. ഇവിടെ പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ റീസെയിൽ എന്നല്ലേ പറഞ്ഞേക്കുന്നത്, അല്ലേ അശ്വിൻ? റീസെയിൽ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? റീസെയിൽ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നമ്മൾ മേടിച്ചിട്ട് വീണ്ടും വിൽക്കാനുള്ളത് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മള് കമ്പ്യൂട്ടർ എന്ന് പറയാൻ പറ്റുമോ? അതായത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം അതാണ്. അതായത് ഒരു സാധനം ഗുഡ്സ് നമ്മൾ മേടിക്കുകയാണ്, റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കുകയാണെങ്കിൽ ഗുഡ്സ് അക്കൗണ്ട് എന്ന് നമുക്കതിനെ ഇട്ട് വെക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഗുഡ്സ് അക്കൗണ്ട് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ അത് കൺഫ്യൂഷനായി പോകും. ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് ആയിരുന്നോ, നമ്മളിത് സെയിൽ ചെയ്ത ഗുഡ്സ് ആയിരുന്നോ, റിട്ടേൺ വന്നതായിരുന്നോ, റിട്ടേൺ പോയതാണോ എന്നൊക്കെ നമുക്ക് തന്നെ ആകെ കൺഫ്യൂഷനാവും. അപ്പം അതുകൊണ്ട് റീസെയിലിന് മേടിക്കുന്ന ഗുഡ്സിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെ പർച്ചേസ് അക്കൗണ്ടിലേക്കും സെയിൽ ചെയ്യുന്ന ഗുഡ്സിനെ സെയിൽസ് അക്കൗണ്ടിലേക്കും റിട്ടേൺ വരുന്ന ഗുഡ്സിനെ സെയിൽസ് റിട്ടേൺ എന്നും പർച്ചേസ് ചെയ്ത റിട്ടേൺ ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എന്നുമാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ അശ്വിനെ? ക്ലിയർ ആണ്. അപ്പോൾ ഇനി എപ്പോഴാണ് ഒരു അസറ്റിൻ്റെ പേര് വരുന്നത്? പർച്ചേസ്ഡ് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ കാര്യം, പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസിനെന്ന് പറയുമ്പോൾ അത് മേടിച്ചിട്ട് വിൽക്കാനാണോ? അല്ല, നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി മേടിക്കുന്ന ഒരു അസറ്റാണ് അല്ലേ? അതുകൊണ്ടാണ് അവിടെ കമ്പ്യൂട്ടർ അക്കൗണ്ട് എന്നും ബാങ്ക് അക്കൗണ്ട് എന്നും പറഞ്ഞത്. റീസെയിലിനാണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പറയത്തില്ല, പകരം അവിടെ എന്ത് അക്കൗണ്ടാണ് ഇടുന്നേ? പർച്ചേസ് അക്കൗണ്ട്. ഫോർ റീസെയിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ബൈ ക്യാഷ് എന്നോ ബാങ്ക് എന്നോ ഒന്നും മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറയാം ഒരു അക്കൗണ്ട്. അപ്പൊ ഒന്ന് പർച്ചേസ് അക്കൗണ്ടും വരും, ഒന്ന് എന്തും വരും, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. എപ്പോഴാണ് പർച്ചേസ് അക്കൗണ്ട്, എപ്പോഴാണ് ഒരു അസറ്റിന്റെ പേര് വരുന്നതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ശരി. അടുത്തത് പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു മനോജ്. ആരാ അത് പറയുന്നത്? അശ്വിൻ കഴിഞ്ഞ ആതിര. പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു മനോജ്. അത് കുറച്ചൊരു ഏത് അക്കൗണ്ടാണ് വരുന്നതെന്നൊരു കൺഫ്യൂസിങ് ആയിരിക്കും. വേഗം പറഞ്ഞോ, അറിയാമോ ആതിര? ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരും, മനോജ് വരും, ക്യാഷ് വരും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരും, മനോജ് വരും, ക്യാഷ് വരും. 3 അക്കൗണ്ട് വരുമോ? അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്യാഷ് മാത്രമേ വരുള്ളൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുണ്ടെങ്കിൽ 3 എണ്ണമാണ്, എനിക്കിഷ്ടമല്ലെങ്കിൽ 2. അങ്ങനല്ല, ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മുടെ ഒരു എക്സ്പെൻസ് പോലെ, അപ്പൊ അതെന്തായാലും ഡെബിറ്റ് ആകും. ആൻഡ് മനോജ് അത് റിസീവ് ചെയ്യുവാണെങ്കിൽ, അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മനോജ് പേഴ്സണൽ അക്കൗണ്ട്, അപ്പൊ ഡെബിറ്റ് ദ റിസീവർ വരും. പിന്നെ ക്യാഷ് റിയൽ അക്കൗണ്ട് പോകുവാണ്, അതുകൊണ്ട് അത് ക്രെഡിറ്റ് വരും. അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു മനോജിനെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഞാൻ പറയാം. ഇവിടെ ഇൻട്രസ്റ്റ് പേയബിൾ വരുമോ? നമ്മൾ ലയബിൾ അല്ലേ പേ ചെയ്യാൻ, അപ്പൊ ഇൻട്രസ്റ്റ് പേയബിൾ അക്കൗണ്ട്. ഇതാണ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കത്തില്ല, വായിക്കുന്നുണ്ട് നിങ്ങള്, പക്ഷേ എന്താണ് മനോജ് അക്കൗണ്ട് ഡെബിറ്റ്, ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ വിട്. 2 അക്കൗണ്ടുകളാണ് ഞാൻ ചോദിച്ചത്. ക്യാഷ് അക്കൗണ്ട് അങ്ങനെ വരും. ഇതിലിപ്പോ ഞാൻ പറയുന്ന കാര്യം എല്ലാവരോടുകൂടെ പറയാണ്, നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു മനോജ് പെയ്ഡ് ആണ്, പേയബിൾ അല്ല. മനസ്സിലായോ? പെയ്ഡ് പേയബിൾ രണ്ടും രണ്ടല്ലേ. പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ചു, പേയബിൾ എന്ന് പറഞ്ഞാലോ അടയ്ക്കാനുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പേയബിളിന്റെ സിറ്റുവേഷൻ ഒന്നുമില്ല. പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു മനോജ്, നമ്മൾ നേരത്തെ എടുത്ത ലോണിന് മനോജിന് ഇപ്പൊ പലിശ കൊടുത്തു ആണല്ലോ.
ഇപ്പൊ പലിശ കൊടുക്കുക എന്ന് പറയുമ്പോ ഒരു ചെലവല്ലേ, എക്സ്പെൻസ് അല്ലേ? ആ എക്സ്പെൻസിന്റെ പേരെന്താ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണല്ലോ. മനോജ് എന്തിനാ വരുന്നേ? ഇൻട്രസ്റ്റ് ഓൺ, അതെ, പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നാണ്. ലോൺ എടുത്തതിന് പലിശ കൊടുത്തു, അപ്പൊ പലിശ എന്നുള്ള ഒരു എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് ഓൺ ലോണും പെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്യാഷോ ബാങ്കോ ആയിരിക്കുമല്ലോ കൊടുത്തത്. അപ്പൊ ക്യാഷ് ഓർ ബാങ്ക്. 2 അക്കൗണ്ടുകൾ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ടും ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടും. ഇവിടെ ലോൺ ഫ്രം മനോജ് അക്കൗണ്ടുമായിട്ടോ മനോജ് അക്കൗണ്ടുമായിട്ടോ ഒന്നും ഇതിന് ബന്ധമില്ല. മനസ്സിലായോ? പേയബിൾ ആണെങ്കിൽ വരൂല മാം. പേയബിൾ ആണെങ്കിൽ ഒന്നുകിൽ ആ ലോൺ എമൗണ്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞ് കാണിക്കും. അതൊരു ലൈബിലിറ്റി ആവും. ഇപ്പൊ പെയ്ഡ് ആയതുകൊണ്ട് ഒരു എക്സ്പെൻസ് ആണ്, പേയബിൾ ആയിരുന്നെങ്കിൽ ലൈബിലിറ്റി ആയി മാറിയേനെ. ലൈബിലിറ്റിയുടെ പേരപ്പം മാറും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് എന്നായിരിക്കത്തില്ല വരുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നായിരിക്കും ഹെഡ് വരുന്നത്. അപ്പോൾ മനസ്സിലായോ? അത് ഞാൻ ആദ്യം ഈ ഹെഡുകളെ തിരിച്ചറിയാൻ നിങ്ങൾക്കൊരു നോളജ് വേണം, എങ്കിൽ മാത്രമേ പിന്നീട് നമുക്കതിനെ ഡെബിറ്റ് ക്രെഡിറ്റ് ആ ആസ്പെക്റ്റിലേക്കൊക്കെ പോകാൻ പറ്റൂ. ഒരു ട്രാൻസാക്ഷനകത്ത് വരുന്ന ഹെഡുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ആ ബേസിക് നമുക്ക് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് അക്കൗണ്ടിങ് ഇത്ര ഒരു കൺഫ്യൂസിങ് ആവുന്നത്. അപ്പോൾ പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു മനോജ് എന്നാണ്. അപ്പോൾ ഓൾറെഡി പെയ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ക്യാഷ് ഓർ ബാങ്ക് വരും. ഇനി സെക്കൻഡ് കാര്യം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഒരു എക്സ്പെൻസ് ആണ് അല്ലേ. സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് എന്നുള്ള പർട്ടിക്കുലർ ഹെഡിലേക്കാണ് അത് പോകുന്നത്, മനോജ് അക്കൗണ്ടിലേക്കല്ല പോകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. റീപെയ്ഡ് പാർട്ട് ഓഫ് ഹിസ് ലോൺ ടു മനോജ്. നേരത്തെ എടുത്ത ലോണിൻ്റെ പകുതി പോർഷൻ, റീപെയ്ഡ് പാർട്ട് ഓഫ് ഹിസ് ലോൺ ടു മനോജ്. മനോജിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ലോണിൻ്റെ പകുതി നമ്മൾ അടച്ചു തീർത്തു. ഏതൊക്കെയായിരിക്കും വരുന്ന അക്കൗണ്ടുകൾ? ചാൾസേ, ചാൾസ് ആണ് നെക്സ്റ്റ്, പറഞ്ഞോ. ക്യാഷ് അക്കൗണ്ടും ഒന്ന് ക്യാഷ് അക്കൗണ്ട് വരും, ക്യാഷ് ഓർ ബാങ്ക്, ബാങ്ക് വരും. പിന്നെ ലോൺ അക്കൗണ്ട് ആവുമ്പം റീപേയ്മെന്റ് ഓഫ് ലോൺ ടു മനോജ് അക്കൗണ്ട് അല്ല. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഹെഡ്? മനോജ് അക്കൗണ്ട് അടച്ചു തീർത്തല്ലേ മാം? പകുതി ഓൾറെഡി എടുത്ത ലോണാണ് നമ്മൾ നേരത്തെ, അതിന്റെ പകുതി നമ്മൾ അടച്ചു. അടച്ചു തീർത്ത ലോൺ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ക്യാഷ് ഓഫ് ബാങ്ക് അക്കൗണ്ട്. ലോൺ ഫ്രം മനോജ്. മേരി പറഞ്ഞോ. ലോൺ ഫ്രം മനോജ് ലോൺ അക്കൗണ്ട് അല്ലേ? ഒരു കാര്യം ചെയ്യും, എല്ലാവരും മ്യൂട്ട് ചെയ്തോ, ചാൾസ് മാത്രം മ്യൂട്ട് ചെയ്യണ്ട. ഒരാളോട് ചോദിച്ചിട്ട് ഞാൻ ആൻസർ പറയാം. അതായത് നമ്മൾ നേരത്തെ ലോൺ എടുത്തായിരുന്നല്ലോ, ലോൺ ടേക്കൺ ഫ്രം മനോജ് ബൈ ചെക്ക് അല്ലേ. അപ്പൊ ലോൺ എടുത്തപ്പോൾ നമ്മൾ എന്തെന്നാ അതിനകത്ത് കൊടുത്തേ? എന്ത് ഹെഡായിരുന്നു കൊടുത്തത് ചാൾസേ? ലോൺ ഫ്രം മനോജ്. ലോൺ ഫ്രം മനോജ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ആണ് കൊടുത്തത് അല്ലേ. എടുത്ത സമയത്ത് നമ്മൾ ആ ഒരു ഹെഡിലേക്ക് ഇട്ടല്ലോ. പേ ഓഫ് ചെയ്യുമ്പോൾ ആ ഹെഡിൽ നിന്ന് തന്നെയല്ലേ കുറയേണ്ടത് അല്ലേ? അല്ലെങ്കിൽ ആ ഹെഡ് അതുപോലെ തന്നെ ലൈബിലിറ്റി ആയിട്ട് അവിടെ കിടക്കും. ആ ലൈബിലിറ്റി പേ ഓഫ് ചെയ്തു എന്ന് തന്നെ കാണിക്കണം. പകുതിയാണെങ്കിൽ പകുതി അല്ലേ, എങ്കിലല്ലേ ആ ഇത് കുറയത്തുള്ളൂ, ആ ലൈബിലിറ്റി നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കുറയത്തുള്ളൂ ആണല്ലോ. അപ്പോ ലോൺ ഫ്രം മനോജ് എന്ന് കാണിച്ച് ലോൺ എടുത്ത സമയത്ത് നമ്മൾ ലോൺ ഫ്രം മനോജ് എന്ന് കാണിച്ചു എങ്കിൽ അത് റീപേ ചെയ്യുന്ന സമയത്ത് അതേ ഹെഡിലേക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്നാലല്ലേ ആ ഹെഡ് ലൈബിലിറ്റി നമുക്ക് കുറയത്തുള്ളൂ.
അല്ലേ? അപ്പോൾ ലോൺ ഫ്രം മനോജ് അക്കൗണ്ടും ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടും അല്ലേ ഇവിടെ വരുന്നത്. ഇത് തന്നെ ലോൺ എടുത്ത സമയത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്, അത്രേ ഉള്ളൂ. ഹെഡിന് ഒരു മാറ്റവും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ വീണ്ടും ഒരു ഹെഡ് കൂടെ ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? പ്രീപെയ്ഡ് അക്കൗണ്ട് എന്നും പ്രീപേയ്മെന്റ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാര്യം എന്താ? ഇല്ല, ലൈബിലിറ്റി ആ ഹെഡ് അതുപോലെ തന്നെ അവിടെ കിടക്കും. ആ ലൈബിലിറ്റിയെ കുറച്ച് കാണിച്ചാലേ, കുറവ് കാണിച്ചാൽ മാത്രമേ അത് ആ ലൈബിലിറ്റി കുറയൂ. അപ്പൊ ആ പർട്ടിക്കുലർ ഹെഡിലേക്ക് തന്നെയാണ് അതിന്റെ എഫക്റ്റ് പോകേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായോ എല്ലാവർക്കും? മക്കളെ ആർക്കെങ്കിലും മനസ്സിലാവാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. മനസ്സിലായോ? ഓക്കെ. അതായത് നമ്മളൊരു ലോൺ എടുത്തു. ലോൺ എടുത്ത സമയത്ത് നമ്മൾ എഴുതി വെച്ചു ലോൺ ടേക്കൺ ഫ്രം മനോജ്, അല്ലേ? ലോൺ അക്കൗണ്ട്, ലോൺ ഫ്രം മനോജ് അക്കൗണ്ട് എന്ന് നമ്മൾ എഴുതി വെച്ചു, ആണല്ലോ? എഴുതി വെച്ചു. ഇനി എഴുതി വെച്ചു, അതിന്റെ പകുതി നമ്മൾ അടച്ചു തീർത്ത്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലോൺ എടുത്തു, 1,00,000 രൂപയുടെ ലോൺ എടുത്തു. നമ്മൾ നമ്മുടെ ഡയറിയിൽ എഴുതി വെച്ചു 1,00,000 ലോൺ എടുത്തു. SBI 1,00,000 ലോൺ എടുത്തു. എന്നിട്ട് നമുക്ക് ക്യാഷ് കിട്ടിയ സമയത്ത് നമ്മളൊരു 50,000 രൂപ കൊണ്ടുവന്ന് അടച്ചു തീർത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ ലോൺ എടുത്തു 1,00,000 എന്ന് എഴുതിയതിൻ്റെ താഴെയായിട്ട് കുറയ്ക്കും, അല്ലേ? പെയ്ഡ് 50,000 പെയ്ഡ്, എന്നിട്ട് ബാക്കി 50,000. ഇങ്ങനെയല്ലേ നമ്മൾ കാണിക്കാറ്, അല്ലേ? സെയിം എഫക്റ്റ് തന്നെയാണ് ഇവിടെയും. ബിസിനസ് മനോജ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നും ലോൺ എടുത്തു. ലോൺ എടുത്തപ്പോൾ അതൊരു ലൈബിലിറ്റിയാണ്. ആ ലൈബിലിറ്റിയെ നമ്മൾ ലോൺ ഫ്രം മനോജ് അക്കൗണ്ട് എന്ന് പറയുന്ന ഹെഡിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്, ആണല്ലോ? ഇനി ഇങ്ങനെ ബിസിനസ് റൺ ചെയ്ത് കുറേ ആയിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് കൊടുക്കാനുള്ള പൈസയുടെ പകുതി നമ്മൾ കൊടുത്തു. അപ്പോൾ കൊടുത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ എടുത്ത സമയത്തെ ലോൺ എമൗണ്ടിൽ നിന്നും അയാളുടെ ആ പർട്ടിക്കുലർ ഹെഡിൽ നിന്നും കുറച്ച് കാണിക്കണ്ടേ? ഇപ്പം നമുക്ക് ശരിക്കും ആ 1,00,000 രൂപ ഉണ്ടോ ലൈബിലിറ്റി? ഇല്ല, നമുക്ക് 50,000 ഉള്ളൂ ഇപ്പോൾ പ്രസന്റ്. പെയ്ഡ് കഴിഞ്ഞപ്പോൾ, പാർട്ട് ഓഫ് പെയ്ഡ് എന്ന് പറയുമ്പോൾ 50,000 പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി ഇനി 50 ഉള്ളൂ നമുക്ക് ലൈബിലിറ്റി. ഇപ്പം ആ 50,000 ലൈബിലിറ്റി റിഫ്ലക്ട് ചെയ്താൽ പോരെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ? പോരെ? അപ്പം എന്ത് ചെയ്യണം? ആ 1,00,000 കടം ലൈബിലിറ്റി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഹെഡിൽ നിന്ന് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഈ പെയ്ഡ് കുറയ്ക്കാനായിട്ട്, അല്ലേ? അല്ലാണ്ട് വേറൊരു ഹെഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ അത് എഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ആ പർട്ടിക്കുലർ ഹെഡിൽ നിന്ന് തന്നെ വേണം കുറയ്ക്കാനായിട്ട്. ആ ലൈബിലിറ്റിയിൽ നിന്ന് തന്നെ വേണം നമ്മൾ പെയ്ഡും കുറയ്ക്കാൻ. അപ്പോൾ ഇവിടെ വരുന്ന ഹെഡ് ലോൺ ഫ്രം മനോജ് അക്കൗണ്ട് തന്നെയാണ് ഇവിടെയും വരുന്നത്. ക്ലിയർ ആയോ? ഷിൻഡോ? ആൽബിനെ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണം. അർജുനെ? ഓക്കെ. അശ്വിൻ? വിഘ്നേഷ്? അഭിജിത്തെ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? പെൺകുട്ടികളുടെ പേര് ഞാൻ എടുത്ത്. സച്ചിൻ? പെൺകുട്ടി. ഓക്കെ. മേരി? അഞ്ജന? ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. എന്തുകൊണ്ടാണ് ആ ഹെഡിലേക്ക് തന്നെ നമ്മൾ അതിനെ എഫക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ്, ബോറടിക്കുന്നുണ്ടോ? നമ്മുടെ അൽഫോൺസേ നമുക്കൊരു പാട്ട് പാടിത്തരാന്ന് പറഞ്ഞില്ലായിരുന്നോ? അൽഫോൺസെ രണ്ടുപേരും പാടും. അവർക്കൊക്കെ ഈ BA ബിസിനസ് അക്കൗണ്ടിങ് ഇങ്ങനെ എൻ്റെ ശബ്ദം തന്നെ കേട്ടിട്ടേ ബോറാവുന്നു. പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ സംസാരിക്കാൻ വയ്യ. എനിക്ക് എന്താണ്, ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പം ചുമ വരുന്നുണ്ട്. അപ്പം അൽഫോൺസ് ഒന്ന് പാടിയേ രണ്ടുപേരെ. അൽഫോൺസ് രണ്ടുപേരും ഒന്ന് പാടി. ഞാനൊരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ അപ്പോഴത്തേക്കും. ഒരു 2 മിനിറ്റ് എടുത്തിട്ട് പാടും. റെഡി? 1 2 3. ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞിട്ട് വന്നിട്ട് പാടാം.
അത് കൊള്ളാം. എന്നാ എപ്പോ? നാളത്തേക്കല്ല ഇന്നത്തേക്കാണ് വേണ്ടത്. ഞാനൊരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ. അൽഫോൺസ് പാടിക്കോ. പഠിക്കൂ. ആൽബിൻ ഫ്രാൻസിസ് പാടിയിട്ട് ഞാൻ പാടാം. ഈ പൊളിയുണ്ട്. ആരാ? ആൽബിനോ? ആരെങ്കിലൊക്കെ ഒന്ന് ഉറപ്പിക്കേ, അതെ. ആരെങ്കിലൊക്കെ പാടും. അൽഫോൺസ് എനിക്ക് ഓർമ്മ വരുന്നില്ല ഒരു പാട്ടും പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ. അൽഫോൺസ് കൈമളിനെ കൊണ്ട് പഠിച്ചത്. ആ ടൈമിലില്ല ഇതിനകത്ത്. അല്ല ഉണ്ട്. ഒരു പാട്ട് പറയാൻ പാടാം. അമ്പിളിക്കാത്ത പാട്ട് പാടിക്കോ. വിഘ്നേഷ് പറയടാ. അമ്പിളിക്കാത്ത പാട്ട് പാടിക്കോ അൽഫോൺസേ. നീ കോളേജിൽ പാടിയില്ലായിരുന്നു, മറ്റേ ഫെസ്റ്റിന് പാടി. ഞാൻ പാട്ട് പാടിയ നല്ല രസം. അൽഫോൺസ് ഒന്ന് കോളേജിൽ പാട്ട് പാടിയായിരുന്നു, ഫെസ്റ്റിന് ആ പാട്ട് പാടാൻ. ക്ലാസ്സിൽ തന്നെ ആട്ടോ എന്നോട് പാടാൻ പറഞ്ഞിട്ട് പാടുന്നതാ. നീ പാടി തുടങ്ങി സപ്പോർട്ട് ആരാ എവിടുന്ന്? പക്ഷെ മൈക്കും ഡിലേക്ക് ഇല്ലാത്തത് ഭയങ്കര വൃത്തിയായിരിക്കും. അതെ. വേഗം എനക്ക് ജെബിഎല്ലിന്റെ ബോക്സ് ഇറക്കി തരാം. ഒരു ബുക്കൊക്കെ മടക്കി പിടിച്ച് പാട്. ഒരു പാട്ട് പറ. വേണ്ട വേറെ. ഞാൻ പറഞ്ഞല്ലോ അമ്പിളിയിലെ പാട്ട് പാടാൻ. അൽഫോൺസ് പാടാറായപ്പോഴത്തേക്ക് 21 പേരായി. പോരട്ടെ. വേഗോട്ടെ വേഗോട്ടെ. സമയം പോണു. അതെ അതെ. പഠിക്കാനുള്ള പഠിക്കാനുള്ള നിക്കട്ടെ. അത് പറയണ്ട. കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. പാടിക്കോ, സാരമില്ല. എല്ലാരും കൂടെ എന്റെ വട്ടത്തിൽ വന്നിരുമ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് പാടാൻ പറ്റില്ല. ക്യാമറ ഓൺ ചെയ്ത് നോക്കട്ടെ. എന്താ വീട്ടിലെ പഞ്ചായത്ത് സമ്മേളനം കൂടുന്നേ? വീട്ടിലാണ് പഞ്ചായത്ത് സമ്മേളനം കൂടുന്നത്. ഇവിടെ പഞ്ചായത്തിലുള്ള ആൾക്കാർ മൊത്തം ഉണ്ട്. പാട്. മുകളിൽ വേണോ താഴെ വേണോ? ഞാൻ പാടാം. മൊത്തത്തിൽ വേണമെന്നല്ലേ പറഞ്ഞു? പിച്ചൊക്കെ ഇട്ട് കൊടുത്താണ്. പിച്ചെടുക്കാൻ പിച്ച് ഏത് വേണം, ലോ വേണോ ഹൈ വേണോ എന്നൊക്കെ അൽഫോൺസിന് അറിയാട്ടാ. അവള് പാടിയിട്ടുണ്ട്. അവള് ടീച്ചർ കേട്ടോ മാം? ഞാൻ കേട്ട്. അതൊന്നും ഒന്നുമല്ല. അൽഫോൺസേ മോളെ പാടിക്കോ. അവന്മാരിങ്ങനെ ചുമ്മാ. ആരാധികയല്ലേ? ആരാധിക പാടിക്കോ. വാക്കൊന്നും എനിക്കറിയത്തില്ല. പാടി അത് കുഴപ്പമില്ല, പാടിക്കോ. മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണോ പാടുന്നത്? നല്ല ടീമിനോടാ പാടാൻ പറഞ്ഞത്. ഇല്ല, ഞാൻ അന്ന് മറ്റേ വെക്കാൻ പോയതാ. മഞ്ഞുതീരം എന്റെ ചിരിപ്പിക്കുന്നത് പറ്റിയല്ല. ഇവിടെ എന്നോട് പിന്നെ പാടാ. അത് കൊള്ളാം. ഇത്രയും പാടിട്ടോ.
അല്ലെങ്കിൽ ചേച്ചി പോ. നടക്കുമെന്നും കാണും. എന്നൊരു കാര്യം ചെയ്യാം, ലാസ്റ്റ് പാടിയാലോ ക്ലാസ്സിന്റെ? ആ പാടാ. അപ്പൊ ഞാൻ മേളിൽ പൊക്കോളാം. ആ ശരി ശരി. എന്നാ ബാക്കി പറയട്ടെ. ഒരു പാട്ട് പാടാവോ? അയ്യോ മോനെ, എനിക്ക് ഇപ്പൊ വയ്യ, ഞാൻ പാടിത്തരാം. പക്ഷെ ഇപ്പൊ എന്റെ പാട്ടുകാരിയാണോ? പിന്നെ അല്ല, ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിക്കണേ? പിന്നെ അല്ല, എന്തോ വിചാരിച്ചേ? എവിടുന്ന്? വീട്ടിന്നോ? ആ അപ്പോഴേ നെക്സ്റ്റ് ഏതാ അസൈൻമെന്റ്? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് അല്ലേ? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 20,000 അതാണോ? അതെ മിസ്സേ. അതെ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ആരാ ഇനി നെക്സ്റ്റ് പറയാനുള്ളത്? ചാൾസ് പറഞ്ഞു. ധന്യ പറഞ്ഞ മോളെ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റലും. ഡൗട്ടൊന്നുമില്ലല്ലോ. സ്റ്റാർട്ടഡ് ബിസിനസ് ആണ്, അപ്പം ബിസിനസ്മാൻ കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് തന്നെ അതിനെ ക്യാപിറ്റൽ എന്ന് വിളിക്കും. ക്യാഷ് ആണ് കൊണ്ടുവന്നത്, സോ ക്യാഷ് അക്കൗണ്ട്. നെക്സ്റ്റ്, ബ്രോട്ട് ഇൻ ബിസിനസ് ഹൗസ് ഹോൾഡ് ഫർണിച്ചർ. ഗൗതമേ ഓനെ ഇടയ്ക്ക് അവിടെ പോകും, ജോയിൻ ചെയ്യും, പോകും, ലോഗിൻ ചെയ്യും. ഗൗതം ഇത് മറ്റേ സൂം പോലെ സാധനം ആവൂല. ബാക്ക് വെറുതെ പിടിച്ചു കഴിഞ്ഞാൽ ഔട്ടായി പോകും. ഇത് ഫോണിലെ വെറുതെ നമ്മള് ബാക്കി പിടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതായി പോകും. സൂം അങ്ങനെ പോകില്ലായിരുന്നു. ഞാൻ അറിയാറില്ലായിരുന്നു അതാ. പറഞ്ഞോ. ബ്രോട്ട് ഇൻ ബിസിനസ് ഹൗസ് ഹോൾഡ് ഫർണിച്ചർ. എനിക്കറിയില്ല. പഞ്ചിക്ക് കൊല്ലും ഞാൻ കേട്ടോ. ഇവിടെങ്ങാണ് ക്ലാസ്സിലെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തരായിരുന്നു. ഓൺലൈനായി പോയി. മഹോന്ന് കാണട്ടെ. റെക്കോർഡിങ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്ഷമിക്കും തോറും എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കാണരുത്. ഹേയ്, അഡൾട്ട് എഡ്യൂക്കേഷൻ അല്ലേ, അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരു വലിയൊരു കമ്പി കഷ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് തലക്കിട്ട് അടിക്കുക, അത്രേ ഉള്ളൂ. ചുമ്മാതാ. ഇവിടെ വന്നു കഴിയുമ്പോ നിങ്ങക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ചെറുതായിട്ട് ചെവിക്ക് പിടിച്ചതിരിക്കുക, തലക്കിട്ട് തല്ലുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹോബീസ്. അത് ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളെ നോബൽ സാർ ഒന്നും ഉപദ്രവിക്കില്ല നിങ്ങളെ. കട്ട് ചെയ്തിട്ട് കേറിക്കോട്ടെ, സൗണ്ട് ക്ലിയർ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ സൗണ്ട് ക്ലിയർ അല്ല. അതെ, പോയവന് ഈ വഴി വരില്ല. പോട്ടെ, നമുക്ക് പറയാം. ബ്രോട്ട് ഇൻ ബിസിനസ് ഹൗസ് ഹോൾഡ് ഫർണിച്ചർ. അടുത്തതാരാ? ഹാഷിമേ പറഞ്ഞ മോനെ. മനഃപൂർവ്വ. അയ്യോ, ഇത് ക്യാഷ് അക്കൗണ്ടും ഫർണിച്ചർ അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് ഇതിനകത്ത് എവിടെ പറയുന്നുണ്ട്? ബോട്ട് ഇൻ ബിസിനസ് ഹൗസ് ഹോൾഡ് ഫർണിച്ചർ. അതായത് അയാളുടെ വീട്ടിലുള്ള ഫർണിച്ചർ എടുത്ത് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഫർണിച്ചറും ക്യാപിറ്റലും. എന്തുകൊണ്ടാ? ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് എന്ത് കൊണ്ടുവന്നാലും അതിനെ നമ്മൾ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. ക്യാപിറ്റൽ എങ്ങനെയാ അയാൾ കൊണ്ടുവന്നത്? ക്യാഷ് ആയിട്ടല്ല, ഒരു അസറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്. അസറ്റിന്റെ പേര് ഫർണിച്ചർ എന്നാണ്. സോ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ ഫർണിച്ചർ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ആണ്. ക്ലിയർ ആയോ? ഇപ്പൊ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ ശരിക്കും നിങ്ങൾ ഡിഗ്രിക്ക് പ്ലസ് ടുവിനൊക്കെ പഠിച്ചപ്പോൾ ഉള്ള പോലുള്ള ടേംസ് അല്ല അല്ലേ. ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു അല്ലേ.
പക്ഷെ ശരിക്കും CA ലാംഗ്വേജ് ആണിത് കേട്ടോ. എനിക്ക് ബേസ് തീരെ അക്കൗണ്ടിങ്ങിന്റെ ഇല്ലേ? ഇല്ല. പ്ലസ് വണ്ണില് പക്ഷെ എനിക്കുമില്ല. പക്ഷേ തട്ടിമുട്ടി എങ്ങനെ ഇവിടെ വരെ എത്തിയുള്ളൂ. അതെ അതെ അതറിയാം എനിക്ക്. ഇങ്ങനെയൊക്കെ പാസ്സാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ബേസ് വെച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തേ പറയുന്നത്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണ്. എന്തോ അല്ല മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഈ ബികോം വരെ പഠിച്ചതിൽ അക്കൗണ്ടിങ് മനസ്സിലാവുന്നത് ഇപ്പോഴൊക്കെ. അതെ അതെ. അപ്പോൾ എനിക്കറിയാലോ നിങ്ങൾക്ക് അങ്ങനെ ഒരു, കാരണം ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്കും +1 +2 അല്ലെങ്കിൽ ഡിഗ്രിക്കൊന്നും വലിയൊരു ബേസ് ഒന്നും കിട്ടിയല്ല. എന്തൊക്കെയോ നമ്മള് തന്നെ മനസ്സിലാക്കി. ഒരുവിധം ബേസ് കിട്ടിയെന്ന് മാം. പിന്നീട് ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേനല്ലേ? ഡിഗ്രി ആയപ്പോ ക്ലാസ്സിൽ കയറാത്തോണ്ട് ഒരു ബേസ്. അതെ അതെ അതെ. ഇപ്പൊ ഞാൻ നേരിട്ട് നിങ്ങൾക്ക് ഈ ജേർണലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല, ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ട്രാൻസാക്ഷൻസ് എന്താണ്, എന്തിനെ റെക്കോർഡ് ചെയ്യണം, എന്തിനെ റെക്കോർഡ് ചെയ്യണ്ട, ഇപ്പോൾ ഒരു ഇത് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടുകളെ തിരിച്ചറിയുന്നതെന്നൊക്കെ തൊട്ട് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് തിയറി ആണെങ്കിലും ഇത് പഠിക്കാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു തിയറിയാണിത് കേട്ടോ. കാര്യം ടാലിയിലൊക്കെ വരുമ്പോഴത്തേന് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ്, ടാലിയിൽ എൻട്രി ഇട് എന്ന് പറയുമ്പോൾ എന്ത് എൻട്രി ഇടാനാ? അക്കൗണ്ടുകൾ അറിയാതെയും ഡെബിറ്റും ക്രെഡിറ്റും അറിയാണ്ടും നമ്മൾ അതിനെ എൻട്രി ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ പ്രാക്ടിക്കൽ ഒരു എക്സ്പ്ലോഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് നമുക്ക് ഈ ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഈ തിയറി എടുക്കുന്നത്. തിയറിയാണ്, ബോറാണ് എന്നൊക്കെ എനിക്കറിയാം. എങ്കിലും നമുക്ക് പിടിച്ചു നിന്നേ പറ്റൂ കേട്ടോ. നിങ്ങള് ഓക്കെ നിങ്ങളൂടെ ഒന്ന് സഹകരിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റൂ. ഇപ്പൊ ബോട്ട് ഇൻ ബിസിനസ് ഹൗസ് ഹോൾഡ് ഫർണിച്ചർ മനസ്സിലായല്ലോ. ബിസിനസ്സിലേക്ക് എന്ത് കൊണ്ടുവന്നാലും അത് ക്യാപിറ്റലാണ് കൊണ്ടുവന്നത്. ഫർണിച്ചർ ആയതുകൊണ്ട് നമ്മൾ ഫർണിച്ചർ അക്കൗണ്ട് എന്നും ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും വിളിച്ചു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഇൻ ക്യാഷ്. മരിയ, പർച്ചേസ്ഡ് ഗുഡ്സ് ഇൻ ക്യാഷ്. പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ, ഗുഡ്സ് പർച്ചേസ് ചെയ്തതായതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിലേക്ക് പോകും. അത് ക്യാഷ് കൊടുത്ത് മേടിച്ചതുകൊണ്ട് ക്യാഷും. ഗുഡ്, കറക്റ്റാണ്. നെക്സ്റ്റ്, പെയ്ഡ് ക്യാരേജ് ഇൻ ക്യാഷ്. മേരി മാർട്ടിൻ, പെയ്ഡ് ക്യാരേജ് ഇൻ ക്യാഷ്. ക്യാരേജ് ഇൻവേർട്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഇപ്പൊ ഇതില് പെയ്ഡ് ക്യാരേജ് ഇൻ ക്യാഷ്, അതായത് ഇപ്പൊ പലർക്കും സംശയമുണ്ട് എന്താണ് ഈ ക്യാരേജ് അല്ലേ? നമ്മുടെ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ട്, കൊമേഴ്സ് ആയാലും ക്യാരേജ് എന്താണെന്ന് സംശയമുണ്ട്. എന്താണ് ഈ ക്യാരേജ്, പെയ്ഡ് ക്യാരേജ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ? വേജസ് ആണ്. അല്ല മോനെ, വേജ് വേറെ. പെയ്ഡ് ക്യാരേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമല്ലോ. പർച്ചേസ് ചെയ്ത സാധനം ആ ഫാക്ടറിയിൽ നിന്നും നമ്മുടെ ഫാക്ടറി വരെ എത്തിക്കാനുണ്ടാവുന്ന, ക്യാരി ചെയ്യാനുണ്ടാവുന്ന കോസ്റ്റ് ഉണ്ടല്ലോ. അതെ അതെ അതെ. നമ്മൾ ഈ ട്രെയിനിലൊക്കെ കൊണ്ടുവരുന്ന, നമ്മള് പറയുമല്ലോ, അതിനൊരു പേര് പറയുമല്ലോ. അല്ല മോനെ, ട്രാവലിംഗ് എക്സ്പെൻസ് വേറെ, ക്യാരേജ് വേറെ. ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് നമ്മള് നമ്മുടെ കമ്പനിന്ന് പോവാണ്. അല്ലല്ല ഞാൻ പറയാം. ഫ്രൈറ്റ് ഒക്കെയാണോ? യെസ്, ഫ്രൈറ്റ് അത് തന്നെ മോളെ. ഫ്രൈറ്റ് കറക്റ്റ്, അത് തന്നെ ഫ്രൈറ്റ്. അതെ അതെ. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാല് ഈ എന്താണ്, നമ്മൾ ട്രെയിനിലൊക്കെ ഒരു സാധനം അവിടെ നിന്ന് ഇവിടെ വരെ എത്തിക്കാനുണ്ടാവുന്ന കോസ്റ്റ്, ചരക്ക് കൂലി എന്ന് പറയും. അതുപോലുള്ള ഒരു സാധനമാണ് ഈ പെയ്ഡ് ക്യാരേജ്. ക്യാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുന്നിടത്തു നിന്ന് നമ്മുടെ ഫാക്ടറി വരെ എത്തിക്കാനുണ്ടാവുന്ന കോസ്റ്റിനെ വിളിക്കുന്നതാണ് ക്യാരേജ്. ഇനി സെയിം ഇതുപോലെ തന്നെ ഉണ്ട് നമുക്ക്, നമ്മൾ സെയിൽ ചെയ്യുന്ന ഗുഡ്സ് ഉണ്ടല്ലോ. ഈ ഗുഡ്സ് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ കസ്റ്റമറിൻ്റെ ഫാക്ടറി വരെ എത്തിക്കാനുണ്ടാവുന്ന കോസ്റ്റ് ഉണ്ടല്ലോ.
അതിനെയും നമ്മൾ വിളിക്കുന്നത് ക്യാരേജ് എന്ന് തന്നെയാണ്. പക്ഷെ വ്യത്യാസമുണ്ട്. ക്യാരേജ് ഇൻവേർഡും ഉണ്ട്, ക്യാരേജ് ഔട്ട്വേർഡും ഉണ്ട്. കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ഹെഡിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ക്യാരേജ് ഇൻവേർഡ് എന്നും ക്യാരേജ് ഔട്ട്വേർഡ് എന്നും തിരിച്ചിരിക്കുകയാണ്. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ഇൻ അല്ലേ, ക്യാരി ഇൻ, അതായത് അതെ, പർച്ചേസ് ചെയ്യുന്ന സാധനം ആ ഫാക്ടറിയിൽ നിന്നും നമ്മുടെ ഫാക്ടറി വരെ ക്യാരി ചെയ്ത് ഇൻ ആക്കാനുണ്ടാവുന്ന കോസ്റ്റ് ആണ് ക്യാരേജ് ഇൻവേർഡ്. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? സെയിൽ ആവുന്ന സാധനം നമ്മുടെ ഫാക്ടറിയിൽ നിന്നും ക്യാരി ചെയ്ത് മറ്റേ ഫാക്ടറി വരെ എത്തിക്കാനുണ്ടാവുന്ന കോസ്റ്റ് ആണ് ക്യാരേജ് ഔട്ട്വേർഡ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നത് ക്യാരേജ് ഇൻവേർഡും സെയിൽ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നത് ക്യാരേജ് ഔട്ട്വേർഡുമാണ്. ക്ലിയർ ആയോ? രണ്ടും എക്സ്പെൻസ് ആണ്. രണ്ടിനെയും രണ്ട് ഹെഡിലാണ് നമ്മൾ പറയുന്നത്, രണ്ട് പേരാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ? ചാൾസേ ക്ലിയർ ആയോ? യെസ്, ഐ ഓക്കെ. ചാൾസേ, ചാൾസ് എവിടെ? ക്ലിയർ ആയി, ഓക്കെ. അപ്പൊ ഇവിടെ നമുക്കൊന്നും പറയുന്നില്ല, പെയ്ഡ് ക്യാരേജ് ഫോർ പർച്ചേസ് എന്നോ സെയിൽ എന്നോ ഒന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് ക്യാരേജ് അക്കൗണ്ട് എന്ന് ഇവിടെ പറയാം. ക്യാരേജ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ആയിരിക്കും ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ. ക്ലിയർ ആണല്ലോ? പെയ്ഡ് ക്യാരേജ് ഫോർ പർച്ചേസ് എന്നായിരുന്നെങ്കിൽ ആ ഹെഡ് ക്യാരേജ് ഇൻവേർഡ് എന്നായേനെ. ഓക്കെ. ഇനി നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ഫ്രം മാസിസ് ഐറണി. ആ M·S എന്നിട്ടേക്കുന്ന കണ്ടോ? അതെന്തെന്നാ പറയുന്നേ? അതെന്താ അങ്ങനെ ഇട്ടേക്കുന്നത് M·S? നമ്മളെ ആൾക്കാരെ മിസ്റ്റർ, മിസ്സിസ്, മിസ് എന്നൊക്കെ പറയത്തില്ലേ? ഇല്ലേ? അതുപോലെ നമ്മൾ ബിസിനസ്സിനെ വിളിക്കുന്നതാണ് മേഴ്സിസ്. M·S, മേഴ്സിസ്, ഗിരിപൈ എന്നൊക്കെ കണ്ടിട്ടുണ്ടോ? ചില ബിസിനസ്സിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് മേഴ്സിസ് ഐറണി അല്ലെങ്കിൽ മേഴ്സിസ് ഗിരിപൈ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ബിസിനസ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താ ആയിക്കോട്ടെ, പർച്ചേസ്ഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ഫ്രം ഐറണി എന്തെന്നാ വരുന്നേ? ക്രെഡിറ്റ് എന്നാ പറയുന്നത്. ആരാ പറയുന്നത് ഇനി? നെക്സ്റ്റ് ആരാ? അൽഫോൺസേ. അൽഫോൺസ്, അൽഫോൺസേ. അൽഫോൺസ് ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. സച്ചിൻ പറഞ്ഞോ? സച്ചിൻ, സച്ചിൻ പറഞ്ഞോ, ഇത് പറഞ്ഞോ. പർച്ചേസ്ഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ഫ്രം മേഴ്സിസ് ഐറണി. ഫർണിച്ചർ അക്കൗണ്ടിൽ യെസ്, ഓൺ ക്രെഡിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. പർച്ചേസ്ഡ് ഫർണിച്ചർ ബൈ ക്യാഷ് എന്നോ ബൈ ബാങ്ക് എന്നോ ഒന്നും അല്ല പറയുന്നത്. ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കടത്തിന് നമ്മൾ സാധനം മേടിച്ചത്. യെസ്, കടത്തിന് നമ്മൾ മേടിച്ചത്. ഇനി ഇവിടെ ഗുഡ്സ് ഐറ്റം ആണെന്നൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. സോ നമുക്ക് അസറ്റായിട്ട് തന്നെ അതിനെ അസ്യൂം ചെയ്യാം. അസറ്റ് പർച്ചേസ് ചെയ്തതാണ്. സോ ഒന്ന് ഫർണിച്ചർ അക്കൗണ്ട് എന്ന് വരും. ഫർണിച്ചർ മേടിച്ചു. എങ്ങനെയാ മേടിച്ചത്? ക്യാഷിനോ ബാങ്ക് വഴിയോ ഒന്നുമല്ല, ഓൺ ക്രെഡിറ്റ് ആണ് അല്ലേ? കടത്തിന് മേടിച്ചു. അപ്പൊ കടത്തിന് മേടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആരുടെ കയ്യിൽ നിന്നാണ് കടത്തിന് മേടിച്ചത് അയാളുടെ പേര് വേണം നമ്മൾ അക്കൗണ്ട് എഴുതി വെക്കാൻ, മെൻഷൻ ചെയ്ത് വെക്കാൻ അല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ ഫർണിച്ചർ അക്കൗണ്ടും വരും, മേഴ്സിസ് ഐറണി അക്കൗണ്ടും വരും. ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് പറയട്ടെ എന്നാ. പർച്ചേസ്ഡ് മെഷീൻ ഇൻ ക്യാഷ്. ഷിൻഡോ, പർച്ചേസ്ഡ് മെഷീൻ ഇൻ ക്യാഷ്. മെഷീൻ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്. മെഷീനും ക്യാഷ് അക്കൗണ്ടും. പർച്ചേസ്ഡ് മെഷീൻ ഫോർ റീസെയിൽ എന്നായിരുന്നെങ്കിലോ?
എങ്ങനെ പർച്ചേസ്ഡ് മെഷീൻ ഫോർ റീസെയിൽ എന്നായിരുന്നെങ്കിലോ? Purchase account up to അല്ല റീസെയിൽ പർച്ചേസ്ഡ് മെഷീൻ ഫോർ റീസെയിൽ എന്നായിരുന്നെങ്കിൽ വിൽക്കാനല്ലേ? അതെ അതെ റീസെയിൽ അതെ അതെ. അപ്പൊ എന്ന് പറയുമ്പോ സെയിൽസ് അക്കൗണ്ട് അല്ല ക്യാഷ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട്. മോനെ സോൾഡ് എന്നല്ല ഞാൻ പറഞ്ഞേ, പർച്ചേസ്ഡ് മെഷീനറി ഫോർ റീസെയിൽ ഇൻ ക്യാഷ്. വിൽക്കാൻ വേണ്ടിയിട്ട് മെഷീനറി പർച്ചേസ് ചെയ്തു. എന്താണ് മിഷനറി? അതൊക്കെ പറഞ്ഞാൽ മതി, ധൃതി പിടിക്കണ്ട. മിഷനറി വിൽക്കാൻ വേണ്ടി നമ്മൾ മേടിച്ചു. റീസെയിലിന് വേണ്ടി നമ്മള് മെഷീനറി ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് മെഷീനറി പർച്ചേസ് ചെയ്തു. ക്യാഷ് അക്കൗണ്ടും മിഷനറി അക്കൗണ്ടും വരില്ല. മെഷീനറി അക്കൗണ്ട് എന്ന് വരണമെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ഒരു അസറ്റിന്റെ പേര് വരുന്നത്? അത് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ. ഇവിടെ അസറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തതാണോ? സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്തതല്ലേ? ഗുഡ്സ് ഫോർ റീസെയിൽ ആണല്ലോ അല്ലേ? പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. എന്തുകൊണ്ടാ പർച്ചേസ് അക്കൗണ്ട് വന്നേ? മെഷീനറി മേടിച്ചത് അസറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വെച്ചേക്കാനല്ല, റീസെയിലിനാണ് അല്ലേ? അപ്പൊ പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ആണ് വരുന്നത് കേട്ടോ. സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോഴാണ് സെയിൽസ് വരുന്നത്. പർച്ചേസ് ഗുഡ്സ് ഫോർ റീസെയിൽ എന്ന് പറയുമ്പോൾ അവിടെ പർച്ചേസേ വരും. കൺഫ്യൂഷൻ ആയോ? ഓക്കെ, കുഴപ്പമില്ല. അടുത്ത പറയട്ടെ, സോൾഡ് ഗുഡ്സ് ഇൻ ക്യാഷ്. അടുത്തത് ആരാ പറയുന്നേ? ഷിൻഡോ കഴിഞ്ഞ് വിഘ്നേഷ്. സോൾഡ് ഗുഡ്സ് ഇൻ ക്യാഷ് പറഞ്ഞ പോലെ ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും അല്ലെ? സെയിൽസ് അക്കൗണ്ട് എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോ യെസ്, സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോ സെയിൽസ് അക്കൗണ്ട് അല്ലെ? ഓക്കെ. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണെങ്കിലോ? ധന്യല്ല, ആരാണ്? നമ്മുടെ ഗൗതം വന്നോ? ഗൗതമേ മോനെ, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് വേഗം പറഞ്ഞോ ഗൗതം. ഗൗതം ഫോൺ വെച്ചിട്ട് എവിടെയോ പോയേക്കാണോ? അൽഫോൺസേ, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. Alphonse, sold goods on credit. Gautam, പാട്ട് പഠിക്കാൻ പറ്റും. അശ്വിനെ പറഞ്ഞോ, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. sold goods sales account after to sundry creditors account after to sales. ഡെബിറ്റും ക്രെഡിറ്റും വിട്ടോ, അക്കൗണ്ട് മാത്രം കറക്റ്റ് ആക്കിയിട്ട് പറഞ്ഞോ. സെയിൽസും ക്രെഡിറ്റും. യെസ്, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്നായതുകൊണ്ട് തന്നെ ഒന്ന് സെയിൽസ് അക്കൗണ്ട് വരും. ക്രെഡിറ്റ് എന്നായതുകൊണ്ട് തന്നെ ആ ക്രെഡിറ്ററുടെ പേരറിയാമെങ്കിൽ ക്രെഡിറ്ററുടെ പേരാണ് എഴുതുന്നത് നമ്മൾ. അല്ലെങ്കിൽ അയാളെ വിളിക്കുന്ന പേരെന്താ? നമ്മൾ ക്രെഡിറ്റർ ആണോ സൺട്രി ക്രെഡിറ്റർ എന്നാണോ പറഞ്ഞത് അശ്വിൻ? സൺട്രി ക്രെഡിറ്റർ അല്ല കേട്ടോ, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്നാ. നമ്മളുടെ കസ്റ്റമറാ അത്. കസ്റ്റമർ എന്ന് പറയുമ്പോൾ സൺട്രി ഡെപ്റ്റർ ആണ് കേട്ടോ. അതെ അതെ, ഡെപ്റ്ററും കുഴപ്പമില്ല, ഡെപ്റ്ററും സെയിൽസ് അക്കൗണ്ടും. ഇനി ഞാനൊരു കാര്യം പറയാം, ഒരു ബിസിനസ്സിൽ ചുമ്മാ ഡെപ്റ്റർ എന്നല്ല എഴുതി വെക്കുന്നത്. ആരാണോ ആ കസ്റ്റമറുടെ പേരാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ പേര് തന്നിട്ടില്ല. നോർമൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരിടത്ത് പ്രാക്ടിക്കൽ ഒരിടത്ത് വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ഡെപ്റ്ററിന്റെ പേരുണ്ടാവും. അപ്പൊ ആ പേരാണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇവരെ എല്ലാം കൂടി ടോട്ടലായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് കേട്ടോ.
അപ്പോൾ ഇവിടെ പേര് തന്നിട്ടില്ല, സോ നമുക്ക് അയാളെ സൺട്രി ഡെപ്റ്റർ എന്ന് വിളിക്കാം. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ടും സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും കേട്ടോ. അല്ലെങ്കിൽ കസ്റ്റമർ അക്കൗണ്ടെന്നോ അല്ലെങ്കിൽ പേരോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പെയ്ഡ് ക്യാഷ് ടു വെണ്ടർ. ആരാ പറയുന്നത്? പെയ്ഡ് ക്യാഷ് ടു വെണ്ടർ ആതിര. ഗൗതം വന്നു. ഗൗതം പറഞ്ഞോ. പെട്ടെന്ന് ആതിര വിളിച്ചപ്പോഴത്തേന് ഓഫ് ആക്കിയിട്ട് ഓടുന്നു. ഗൗതമേ മോനെ. പെയ്ഡ് ക്യാഷ് ടു വെണ്ടർ. വെണ്ടർ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും അറിയാവുന്ന ആയോണ്ട് അത് പറയാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ഞാൻ കൊറേ നേരം കിടന്ന് വിളിച്ചല്ലോ. വെള്ളം കുടിക്കാൻ പോയത്. പെയ്ഡ് ക്യാഷ് ടു വെണ്ടർ അല്ലേ? ക്യാഷ് അക്കൗണ്ടും വെണ്ടർ അക്കൗണ്ടും. ആരായി വെണ്ടർ? വെണ്ടർ വെണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്ലയറിന്റെ വേറൊരു പേരാണ് കേട്ടോ. വെണ്ടർ സൺട്രി ക്രെഡിറ്റർ സപ്ലയർ ഇതൊക്കെ നമ്മളുടെ സപ്ലയറിന്റെ കോമൺ ആയിട്ടുള്ള പേരുകളാണ്. അപ്പൊ വെണ്ടർ എന്ന് പറയുമ്പോൾ ചപ്പാത്തി മാത്രമേ ഉള്ളൂ. പക്ഷെ ചപ്പാത്തി ആണോ? ആണോ ആണോ ഓക്കെ. അപ്പൊ പെയ്ഡ് ക്യാഷ് ടു വെണ്ടർ. വെണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്ലയർ, നമ്മളുടെ സൺട്രി ക്രെഡിറ്റർ, ഇതൊക്കെ വെണ്ടറിന്റെ വേറെ പേരുകളാണ് കേട്ടോ. പെയ്ഡ് ക്യാഷ് ടു വെണ്ടർ എന്ന് പറയുമ്പോൾ വെണ്ടർ അക്കൗണ്ട് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സൺട്രി ക്രെഡിറ്റർ അക്കൗണ്ട് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സപ്ലയർ അക്കൗണ്ട് എന്ന് കൊടുക്കാം, ക്യാഷ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് റിസീവ്ഡ് ക്യാഷ് ഫ്രം എ കസ്റ്റമർ. ആരാ പറയുന്നേ? ക്യാഷ് അക്കൗണ്ടും കസ്റ്റമർ അക്കൗണ്ടും. അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ വേറെ കുറച്ച് പേരുകൾ ഏതൊക്കെയാ? വേറെ കുറച്ച് പേരുകളൊന്നുമില്ല. കസ്റ്റമർ, സൺട്രി, ഡെപ്റ്റർ കേട്ടോ. ക്യാഷ് അക്കൗണ്ടും ഡെപ്റ്റർ അക്കൗണ്ടും. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ആണോ? അപ്പൊ നമ്മുടെ അൽഫോൺസ് എവിടെ? നമ്മുടെ ആരാ അൽഫോൺസ് എവിടെ? ഒരെണ്ണം കൂടി ഉണ്ടാവും. പഠിക്കാൻ എത്ര പോകും? അത് ഓൾറെഡി ഇന്നലെ പറഞ്ഞതല്ലേ? കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷും. ഹലോ മിസ്, അതാണോ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്, പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ്? അതാണോ? ആണോ? ഓക്കെ, ഞാൻ പറയാം. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആരാ പറയുന്നേ? അഭിജിത്തെ തുടങ്ങിക്കോ. അഭിജിത്തിയും തുടങ്ങിക്കോ. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റലും എടുത്തു കണ്ടുപടി. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ്. ആൽബിനെ ക്യാഷ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്. ആരാ? വിഘ്നേഷ് അല്ലേ പറഞ്ഞേ? എന്റെ പേര് മാറ്റിവിടാ. അങ്ങനെ ആരേലും പറഞ്ഞാൽ പോരാലോ. എനിക്ക് നിങ്ങൾ എല്ലാവരും ഒരേപോലെയാണ്, പക്ഷെ ഓരോരുത്തരും പറയുമ്പോഴാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വരും. അല്ലാണ്ട് പറ്റുമോ? വിഘ്നേഷിന് എന്തോ ധൃതി ഉണ്ടെന്നോ? പോട്ടെ. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് എന്ന് പറയുമ്പോ ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ള വിഘ്നേഷ് മാത്രമേ ഉള്ളൂ. കൊച്ചു മാത്രമേ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്നുള്ളൂ. ഞാൻ ഏതാ?
മോനെ അറ്റൻഡൻസ് ഇടണോ വേണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് ഗൗതം കേട്ടോ. ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഒരു 10 വട്ടം ലെഫ്റ്റായി ജോയിൻ ആയി. എന്നിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്ത് വെച്ചിട്ട് വെള്ളം കുടിക്കാനും പോയി. പോട്ടെ. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആണ്, അതുകൊണ്ട് തന്നെ പർച്ചേസ് അക്കൗണ്ട് വരും. പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞേ ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. അഞ്ജന ക്യാഷ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നു അല്ലേ? സോൾഡ് ഗുഡ്സ് ആകുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് സെയിൽസ് എന്നാണ്. ഫോർ ക്യാഷിനായതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടും. അടുത്തത് ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക്. അന്ന, ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും അല്ലേ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ അതിനകത്തൊക്കെ? സോൾഡ് ഗുഡ്സ് ടു സൗരഭ്. സോൾഡ് ഗുഡ്സ് ടു സൗരഭ്. ആരാ പറയുന്നേ? ആൻസർ. ഒന്നുകൂടെ പറയോ? സോൾഡ് ഗുഡ്സ് ടു സൗരഭ്. സൗരവ് അക്കൗണ്ടും പിന്നെ സെയിൽസും. എടുക്കാൻ സോൾഡ് ഗുഡ്സ് എന്നാണ്, അതുകൊണ്ട് തന്നെ സെയിൽസ് അക്കൗണ്ട് വരും. ഇനി ടു സൗരഭ് എന്നാണ്, അതുകൊണ്ട് തന്നെ ക്യാഷ് വരില്ല. കാരണം സോൾഡ് ഗുഡ്സ് ടു സൗരഭ് ബൈ ക്യാഷ് എന്ന് ഓരോ പറയുന്നുണ്ടോ? ക്യാഷ് എന്ന് പറഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം ക്രെഡിറ്റ്. ക്രെഡിറ്റ് ആകുമ്പോൾ ടു സൗരഭ്, സൗരവിന്റെ പേര് കൊടുക്കണം നമ്മൾ മെൻഷൻ. ഇപ്പൊ പേര് വന്നതുകൊണ്ട് നമുക്ക് അയാളുടെ പേരിലിടാം. സോൾഡ് ഗുഡ്സ് ടു സൗരഭ് എന്ന് പറയുമ്പോൾ സെയിൽസ് അക്കൗണ്ടും സൗരഭ് അക്കൗണ്ടും. നെക്സ്റ്റ് ഇവിടെ സോൾഡ് ഗുഡ്സ് ടു സൗരഭ് 1,20,000 എന്നോ? അതെന്താണെന്നറിയോ? അത് എമൗണ്ട് ആണ്. അത്രയും എമൗണ്ടിന്റെ സാധനം നമ്മൾ മേടിച്ചു എന്നേ ഉള്ളൂ. ആ എമൗണ്ട് കൊടുത്തിരിക്കുന്നതിനർത്ഥം അതെല്ലാം നമ്മൾ പെയ്ഡ് ആണെന്നല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. 1,20,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1,20,000 വാല്യൂ ഉള്ള ഗുഡ്സ് നമ്മൾ കടത്തിന് മേടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ മാത്രമേ അത് പെയ്ഡ് ആവുന്നുള്ളൂ. മനസ്സിലായോ? അപ്പം എമൗണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന്. ക്യാഷിനാണല്ലോ, അതുകൊണ്ടല്ലേ എമൗണ്ട് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ. അത്രയും വാല്യൂ ഉള്ള ഗുഡ്സ് കടത്തിന് മേടിച്ചു എന്ന് നമുക്ക് എഴുതി വെക്കണം. അതുകൊണ്ടാണ് ആ എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കൈലാഷ്. ആരാ പറയുന്നേ? അർജുൻ. അർജുനെ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കൈലാഷ്. കൈലാഷ് അക്കൗണ്ടും പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ്. സോ പർച്ചേസ് അക്കൗണ്ടും കൈലാഷ് അക്കൗണ്ടും. നെക്സ്റ്റ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം സൗരഭ് ബൈ ചെക്ക്. അശ്വിൻ, എമൗണ്ട് റിസീവ്ഡ് ഫ്രം സൗരഭ് ബൈ ചെക്ക്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സൗരവ്. ബാങ്ക് അക്കൗണ്ടും വരും. ബൈ ചെക്ക് എന്നായതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടും വരും. സൗരവിന്റെ കയ്യിൽ നിന്നാണ് നമുക്ക് പൈസ കിട്ടിയത്. സോ സൗരവ് അക്കൗണ്ടും വരും അല്ലേ? ക്ലിയർ ആയോ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നെക്സ്റ്റ് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ടെസ്റ്റ് നമ്മൾ ഇതുവരെ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ വായിച്ചില്ല. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസിനായിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് പോയി പൈസ വിഡ്രോ ചെയ്തുകൊണ്ട് വന്നു. ഏതൊക്കെ അക്കൗണ്ടുകളായിരിക്കും വരുന്നത്? ആരാ നെക്സ്റ്റ് പറയാനുള്ളത്? ആതിര പറഞ്ഞോ. ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും. എന്തുകൊണ്ടാണ് ക്യാഷ് അക്കൗണ്ട് വന്നത് അവിടെ? വിഡ്രോ എന്നല്ലേ പറയുന്നത്? വിഡ്രോ വരുമ്പോ ഡ്രോയിങ്സ് അല്ലേ നമ്മൾ പറയാറ്? അല്ല, ബട്ട് ഓഫീസ് യൂസിന് വേണ്ടി എടുത്തതാണ് നമ്മൾ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് എന്നാണ് അല്ലേ? ഓഫീസ് യൂസ് ആയതുകൊണ്ട്
അവിടെ നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, ബാങ്കിൻ്റെ ബാലൻസ് കുറഞ്ഞു. ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ആണ് അവിടെ വരുന്നത്. അതേസമയം വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് എന്നായിരുന്നെങ്കിലോ ഡ്രോയിങ്സ് അക്കൗണ്ടും ബാങ്ക് ഡ്രോയിങ്സ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും വന്നേനെ. ഫോർ ഓഫീസ് യൂസ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടും പിന്നെ ബാങ്ക് അക്കൗണ്ടും ആണ് ഇവിടെ വരുന്നത്. ഡൗട്ടൊന്നും ഇല്ലല്ലോ അതിനകത്ത്. ഇനി തെറ്റിപ്പോവരുത് കേട്ടോ. പെയ്ഡ് ടെലിഫോൺ ബിൽ ബൈ ചെക്ക്. ആൽബിൻ എവിടെ? ആൽബിൻ പോയോ? ആൽബിൻ എവിടെ? ആൽബിൻ പറഞ്ഞോ. പെയ്ഡ് ടെലിഫോൺ ബിൽ ബൈ ചെക്ക്. പെയ്ഡ് ടെലിഫോൺ ബിൽ ബൈ ചെക്ക്. ബാങ്ക് വരും, പേ ചെയ്തു, ബാങ്ക് വരും. പിന്നെ ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഓനെ ബാങ്ക് വഴി അടച്ചു. എന്തോ ബാങ്ക് വഴി പേ ചെയ്തത്? ടെലിഫോൺ ബില്ല്. അപ്പൊ എന്തൊക്കെ അക്കൗണ്ടുകൾ വരുന്നേ? ബാങ്ക് അക്കൗണ്ടും ടെലിഫോൺ ബിൽ അക്കൗണ്ട് എന്നോ ടെലിഫോൺ ചാർജസ് അക്കൗണ്ട് എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ടെലിഫോൺ ചാർജസ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും. ഇതില് ക്യാഷ് എങ്ങനെയാ വരുന്നേ? രണ്ടും കൊടുക്കോ? ബാങ്കിൽ കൂടെ അടയ്ക്കൂ? അല്ല, ബൈ ചെക്ക് എന്നല്ലേ പറയുന്നേ. അപ്പൊ എന്താ, ബാങ്ക് വഴിയാണ് ആ എമൗണ്ട് പോയത്. അപ്പൊ ബാങ്ക് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യും. ബാങ്ക് വഴിയും കൊടുക്കും, ക്യാഷ് ആയിട്ടും കൊടുക്കുവോ? ഇല്ലല്ലോ, ഇല്ല. ബാങ്ക് വഴി കൊടുത്തു. എന്ത് എക്സ്പെൻസാ കൊടുത്തത്? ടെലിഫോൺ ചാർജ്. അത്രേ ഉള്ളൂ. രണ്ട് അക്കൗണ്ടുകൾ, ടെലിഫോൺ ചാർജസും ബാങ്കും. നെക്സ്റ്റ് പെയ്ഡ് സാലറി ബൈ ചെക്ക്. ആരാ പറയുന്നേ? ഗൗതം. ഗൗതം പറഞ്ഞോ മോനെ. പെയ്ഡ് സാലറി ബൈ ചെക്ക്. സാലറി അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും. സാലറി അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും. ബാങ്ക് വഴി കൊടുത്തു. എന്താ ബാങ്ക് വഴി കൊടുത്തേ? സാലറി. ക്ലിയർ ആണല്ലോ? ഇനി ഏതെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഇല്ല. Shall we wind up? Yep. Yes. Yes. നമ്മുടെ അൽഫോൺസിന്റെ പാട്ട്. അൽഫോൺസിന്റെ വീട്ടിൽ ആരൊക്കെയോ കസിൻസോ അവരാരൊക്കെയോ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണോ പാടാത്തെ? അല്ല, അത് അങ്ങോട്ട് ഇങ്ങനെ മാറിയേക്കോ. അതാ ഉത്തരം പറയാതെ. അത് ശരി. ശരി. ഓഫാക്കി വെച്ചേക്കോ. അറ്റൻഡൻസ് നമുക്ക് കൊടുക്കണ്ട. അപ്പോ അല്ല ഇല്ല അല്ല, ഞാൻ പറയുന്ന കേക്ക്. ഞങ്ങൾക്കൊന്നും കേക്കണ്ട. അല്ല പറയട്ടെ, കൊടുക്കൂല. നീ ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ചേർന്ന കാര്യം ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു കോഴ്സിന് ചേർന്ന കാര്യം ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താ ഇത്ര നാണക്കേടുള്ള കാര്യം വല്ലോണോ? അല്ല പിന്നെന്താ? ഇല്ല, വേണ്ട. അത് പിന്നെ പോവാറാവുമ്പോ പറയാന്നോർത്തോണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോ അതിനെന്താ? എന്തായാലും അറ്റൻഡൻസ് ഇല്ല. അതെ, ഞാൻ മേളിൽ കയറി പോന്നു. പറഞ്ഞോ. എന്നതാ പാടാനാണോ വിളിച്ചേ? ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ല. ചോദ്യം ചോദിച്ചോ? അയ്യോ ഇല്ല. അവര് കൊണ്ടുവന്ന എന്തൊക്കെയോ കഴിക്കാൻ പോയിരുന്നത്. കസിൻസ് കൊണ്ടുവന്ന എന്തൊക്കെയോ. എനിക്ക് അറ്റൻഡൻസ്. ആർക്ക്? ആരാത്? ഫസ്റ്റ് റോൾ നമ്പർ. റോൾ നമ്പരോ? സെക്കൻഡ് 2. പാടണോ? പാട്. റെഡി 1 2 3. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒന്ന് പാടൂ. അതെ, പാട്. ും
എന്നോടൊരു കനിവാ അലിമീയുന്ന പിള്ളാനിക്കാറ്റിൽ തന്നെ മങ്ങ പറിച്ചു നടക്കാൻ കരഞ്ഞു കേൾക്കാൻ കുഞ്ഞി മഞ്ചാടിക്കുന്നിലേറാം. അയ്യോ പാടിയിട്ട് ഓടിപ്പോവാനുള്ള എന്തോ ധൃതിയാണെന്ന് തോന്നല്ലോ. കൊള്ളാം കൊള്ളാം, അടിപൊളി. ക്ലാപ്പിംഗ്. പൊളി പൊളി പൊളി. പാട്ടൊക്കെ കൊള്ളാം, ശരിയല്ല അത് വേണ്ട അത് വേണ്ട, റെക്കോർഡാകുന്നില്ലേ എല്ലാം? എല്ലാം റെക്കോർഡാണ്.